അങ്ങനെ തന്നെയാണ്. പ്രദക്ഷിണമായിട്ട് വളരെ ആഘോഷമായിട്ട് കത്തിച്ച തിരിയൊക്കെ ആയിട്ട് നമ്മൾ ദേവാലയത്തിലേക്ക് ഗാനാലാപത്തോടെ വരികയും നല്ല ഇൻട്രഡക്ഷനും അത്യുന്നതങ്ങളൊക്കെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി സുവിശേഷ വായനയും കേട്ട്, മാത്രമല്ല സന്യാസ ജീവിതത്തിലെ വ്രതവാഗ്ദാനത്തിൻ്റെ ഫോമുലയൊക്കെ നമുക്ക് കേൾക്കാനും, വ്രതവാഗ്ദാനം ചെയ്യുന്ന സിസ്റ്റേഴ്സ് അവരുടെ സന്യാസമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കാനും കമ്മിറ്റ്മെന്റിനെ കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സാധിച്ചു. ഇതൊരു വലിയ പ്രത്യേകതയുള്ള ദിവസമാണ്. സന്യാസർക്ക് മാത്രമല്ല, എല്ലാവർക്കും വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ഇന്ന് ഈശോയുടെ സമർപ്പണം നമ്മൾ ആഘോഷിക്കുകയാണ്. ഈശോയുടെ സമർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിലുള്ള ദിവസത്തിന് പൂർത്തിയായപ്പോൾ അവർ എന്ന് പറഞ്ഞാൽ മാതാവും പിതാവും ഈശോയെ കർത്താവിന് സമർപ്പിക്കാനായിട്ട് ജെറൂസലേമിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ ഇങ്ങനെ മോശയ്ക്കൊരു നിയമം, മോശയുടെ നിയമം, കർത്താവ് കൊടുക്കുന്ന നിയമം തന്നെ ഇങ്ങനെ കർത്താവിന്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം എന്നും ഒരു ജോഡി ചെങ്ങാനുകളെയോ 2 പ്രാവൻ കുഞ്ഞുങ്ങളെ ബലിയർപ്പിക്കണമെന്നും കർത്താവിന്റെ നിയമത്തിൽ പറഞ്ഞനുസരിച്ചാണ്. ഇതിങ്ങനെ സംഭവിക്കുന്ന സമയത്ത്, ജെറുസലേം ദേവാലയത്തിൽ സംഭവിക്കുന്ന സമയത്ത് അവിടെ ശിമയോനും അന്നയെ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി വരികയാണ്. ഈ ശരിക്കും ഈ ഭാഗത്തിനകത്തൊരു 8 വചനങ്ങളെ, 8 അല്ലെ 9 വചനങ്ങളെ മാക്സിമം ഉള്ളൂ. അതിനകത്ത് ഏകദേശം 4 പ്രാവശ്യം പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നുണ്ട്. ഏകദേശം 4. കാരണം ഈശോയും മാതാവ് വസിപ്പിതാവ് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായാണ് ദേവാലയത്തിലേക്ക് വന്നത്. അത് നമ്മൾ കൊടുക്കുക. അത് കൂടാതെ ഒരു 4 പ്രാവശ്യം, ഇതിനാകൊണ്ടൊരു 4 പ്രാവശ്യം പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായ, പരിശുദ്ധാത്മാവിനാൽ പ്രേരിത, അത് നമ്മൾ ആവർത്തിച്ച് ജീവിതകാലം മുഴുവനും ക്രിസ്തുവിനെ അടുത്തനുകരിക്കുവാനുള്ള ആഗ്രഹത്താൽ പ്രേരിതയായി ക്രിസ്ത്യാനികളുടെ സഹോദരികൾ സന്യാസ സഭാനിയമങ്ങൾക്കനുസൃതമായി കന്യാത്വം, ദാരിദ്ര്യം, അനുസരണം ഇവ പാലിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാലും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സഹായത്താലും ദൈവശുശ്രൂഷയിലും സേവനത്തിലും സ്നേഹത്തിന്റെ പൂർണ്ണത പ്രാപിക്കുന്നതിന് ഈ സന്യാസ സഭയ്ക്ക് പൂർണ്ണ ഹൃദയത്തോടെ എന്നെ സമർപ്പിക്കുന്നു. പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പ, കർദിനാൾമാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, ഞങ്ങളുടെ അതിരൂപത മെത്രാപ്പൊലീത്ത തോമസ് ശ്രീ മെത്രാപിതാവ്, ക്രിസ്താസ് പിതാവ് എന്നിവരെ, ഞങ്ങളുടെ ഇടവക വികാരി പോൾച്ചിനെയും സഹവൈദികരെയും, സെന്റ് ആൻസ് കോൺവെന്റിലെ എല്ലാ സിസ്റ്റേഴ്സിനെയും, എല്ലാ സമർപ്പിതരെയും ഞങ്ങളുടെ കർത്താവിന്റെ സമർപ്പണ തിരുനാളായ ഇന്നേ ദിവസം സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിന്റെ വെളിച്ചം പകർന്നുതന്ന അവിടുത്തെ തിരുക്കുമാരന്റെ പാദം പിന്തുടർന്നുകൊണ്ട് സമർപ്പണ ജീവിതത്തിൽ കടന്നു വന്ന എല്ലാ സന്യസ്തരെയും, വിശേഷ സമർപ്പണത്തിന്റെ ഇന്നേ ദിവസം വ്രതവാഗ്ദാന നവീകരണം നടത്തുന്ന ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ സിസ്റ്റേഴ്സിനെയും അവരുടെ വാഗ്ദാനങ്ങൾ വിളിച്ചു നിന്നുകൊണ്ട് സേവനം ചെയ്യുക, അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സന്നി
ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്തു. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കൈമാറുന്ന നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷയോട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാവട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാർ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവചനമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടില്ലണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടാകട്ടെ. പരസ്പരം സമാധാനം ആശംസിക്കുന്നു. Excuse me.